വളരെ ആവേശകരമായിട്ടുള്ള നമ്മുടെ കേരള യാത്ര അതിമനോഹരമായി അതിഗംഭീരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി മലപ്പുറം ജില്ലയിൽ നല്ല 2 സ്വീകരണങ്ങളോട് കൂടെ ഇന്ന് ഒറ്റപ്പാലത്തേക്ക് കടന്ന്, അതായത് പാലക്കാട് ജില്ലയിലേക്ക് കടന്ന് ഒറ്റപ്പാലത്ത് നല്ല രീതിയിലുള്ള സ്വീകരണമാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ഏതായാലും വിഷയത്തിലേക്ക് വരാം. കേരള യാത്ര അതിൻ്റെ അർത്ഥവത്തായിട്ടുള്ള നല്ല സന്ദേശത്തോടു കൂടെയാണ് ഈ ഒരു യാത്ര മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാമല്ലോ, മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയമാണ് ഈ ഒരു കേരള യാത്ര പ്രമേയം. അത് പലരും ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നതാണ്. നല്ല രീതിയിൽ ആ ഒരു പ്രമേയം എല്ലാവരും ഏറ്റെടുത്തു എന്നുള്ളതാണ്. പക്ഷേ അത് ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ട്. പലരുടെയും കുരു പൊട്ടി ഒലിക്കുന്നതായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. കാരണം അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ്. മനുഷ്യർക്കൊപ്പം എന്ന ഒരു പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ അതിലേക്ക് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തോടു കൂടെ ഈ പണ്ഡിതന്മാർ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളും മനുഷ്യരാണ്, എന്തുകൊണ്ട് ഞങ്ങളെ കൂടെ കൂട്ടുന്നില്ല, ഞങ്ങളെക്കുറിച്ച് പറയുന്നില്ല, പക്ഷേ ഞങ്ങളെ മാറ്റി നിർത്തി പറയുകയാണല്ലോ എന്നുള്ള പരാതിയാണ് ഒരു ഭാഗത്തുനിന്ന് വരുന്നത്. അത് ഒരു ഭാഗത്തുനിന്ന് പറയുമ്പോൾ തുച്ഛമായിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രമാണ്. സലഫി വിഭാഗം, അതല്ലെങ്കിൽ വഹാബിസം, അതല്ലെങ്കിൽ ഈ മുജാഹിദ് പോലത്തെ കുറച്ച് ആളുകളാണ്, മുജാഹിദ് ജമാഅത്ത് പോലത്തെ ആളുകളാണ്. അവർ നിലപാടില്ലാത്ത ആളുകളാണ്. അങ്ങനെ തന്നെ പച്ചയായിട്ട് പറയാമല്ലോ, നിലപാടില്ലാത്ത ആളുകളാണ്. ആ നിലപാടില്ലാത്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ പറയാൻ തോന്നുന്നത്. ഈ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ ഈ ചർച്ച ഇവിടുത്തെ സകല രാഷ്ട്രീയക്കാരാവട്ടെ, സാംസ്കാരിക നായകന്മാരാവട്ടെ, മതപണ്ഡിതന്മാരാവട്ടെ, അവരൊക്കെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദീകരണം തരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ മനുഷ്യനെ അറിവും കൊല ചെയ്യുന്ന കാലഘട്ടമാണ്. മനുഷ്യനോട് ഒരു പ്രതിബദ്ധതയുമില്ലാതെയാണ് നമ്മുടെ സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലരൊക്കെ പറയുന്നതൊക്കെ നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന് പറയുന്ന പോലെ തന്നെ തെറ്റായാലുമില്ല ശരിയായാലുമില്ല എന്തോ എന്തിൻ്റെ കൂടെ കൂടി ഒറ്റ പോക്ക. അങ്ങനെ പോയാൽ ഈ സമൂഹം എവിടെ എത്തും? ഈ മനുഷ്യന്മാരെവിടെ എത്തും? നമുക്കറിയാം, ഇക്കാലം അത്രയും നമ്മൾ ജീവിച്ച നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങൾ, നമ്മുടെ മക്കൾ, ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, ഇങ്ങനെ ഒരു ക്രിയ നടന്നുകൊണ്ടേയിരിക്കുക. ഇതിനൊക്കെ ഒരു എന്തെന്നാ പറയേണ്ടത്, ഒരു ഇല്ലായ്മ വരുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഒരു സാംസ്കാരിക ശൂന്യത വരുന്ന സാഹചര്യം, ഇങ്ങനത്തെ ഘട്ടങ്ങളിലേക്കാണ് നമ്മൾ ഈ ലോകം കടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ യാത്ര നടത്തുന്ന ഈ രാജ്യത്ത് പോലും ഈ സമയത്ത് നമ്മൾ നല്ലൊരു പ്രമേയം വെച്ചിട്ടാണ് നമ്മൾ ഈ യാത്ര മുന്നോട്ട് പോകുന്നത്. പണ്ഡിതന്മാർ അതിൻ്റെ എല്ലാ വശങ്ങളിലും അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാവരും അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുസമൂഹം ഏറ്റെടുത്ത് കഴിയും. അപ്പോഴാണ് ഇവർ കുറയ്ക്കുന്നത്, ഞങ്ങളെന്താ മനുഷ്യന്മാരല്ലേ, ഞങ്ങളെന്താ കൂടെ കൂട്ടാത്തുന്നുള്ളത്. ഇവരെങ്ങനെ കൂടെ കൂട്ടും? അബൂജാഹിൽ മനുഷ്യനായിരുന്നു, റസൂലുള്ളാഹി കൂടെ കൂട്ടിയിട്ടില്ല, റസൂലുള്ളാഹി പുറത്താക്കി. റസൂലുള്ളാഹിയുമായുള്ള യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു പോയി. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അദ്ദേഹം മനുഷ്യനില്ലാഞ്ഞിട്ടാണോ? അല്ല, അദ്ദേഹത്തിന് നിലപാടില്ല, ആദർശമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ ആദർശത്തിലേക്കും ഇസ്ലാമിയത്തിലേക്കും നിലപാടിലേക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിച്ചു. പക്ഷേ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം കാഴ്ചയിൽ അദ്ദേഹം മനുഷ്യനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ടുള്ള നില മനുഷ്യനില്ലാത്തൊരവസ്ഥയായതുകൊണ്ടാണ് അന്നത്തെ ആ സാഹചര്യം വന്നിട്ടുള്ളത്. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഫലസ്തീനുകളെ നമ്മൾ അവിടെ ചേർത്ത് പിടിക്കുന്നു. ഫലസ്തീനിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്. എന്നാൽ അവർക്കെതിരായി വരുന്ന ശത്രുക്കളാരാ? ഇസ്രായേലാണ്. അതല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുന്ന മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങളുണ്ട്. അവർ മനുഷ്യന്മാരാണ്. അവരെ ചേർത്ത് പിടിക്കാൻ പറ്റുമോ? അക്രമികളെ ചേർത്ത് പിടിക്കാൻ പറ്റുമോ? നിലപാടില്ലാത്തവരെ ചേർത്ത് പിടിക്കാൻ പറ്റുമോ? മനുഷ്യന്മാരെ കൂട്ടക്കുറി നടത്തുന്ന ആളുകളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുമോ? കഴിയില്ല. ഇരകളെ നമ്മൾ ചേർത്ത് പിടിക്കുന്നു. ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, അവിടെ പാലക്കാട് ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലുകയുണ്ടായി. ഇതുപോലെ ഇന്ത്യയിൽ ഒട്ടനവധി സ്ഥലങ്ങളിലും ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇരകളുടെ കൂടെ നിൽക്കുകയാണ്. ആ മനുഷ്യർക്കാണ് നമ്മൾ നീതി തേടുന്നത്. അവരെ കൊല്ലുന്നവനും കൂട്ടക്കൊല നടത്തുന്ന ആളുകളെയും മനുഷ്യരായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അവർ ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങളെ കൂടെ കൂട്ടണം, ഞങ്ങളെ കാര്യം പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. അല്ല. എന്നതുപോലെ തന്നെ ഇവിടുത്തെ സലഫികളും ഇവിടുത്തെ വഹാബികളൊന്നും മനുഷ്യന്മാരായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല. അവർ ഈ സമുദായത്തിൽ ചിത്രത ഉണ്ടാക്കിയ ആളുകളാണ്. മുസ്ലിം ഉമ്മത്തിൽ ചിത്രത ഉണ്ടാക്കിയ ആളുകളാണ്. നമുക്കറിയാം, 1920 കാലഘട്ടങ്ങളിൽ ഈ ശേഷമാണ് ഈ സമസ്ത എന്ന പ്രസ്ഥാനം ഇവിടെ രൂപം കൊണ്ടിട്ടുള്ളത്. എന്തിനു വേണ്ടി രൂപം കൊണ്ടു? ഈ സമസ്ത എന്ന മഹാപ്രസ്ഥാനം രൂപം കൊള്ളാൻ ഒറ്റ കാരണം ഈ സലഫികൾ കാരണമാണ്. മുസ്ലിങ്ങൾക്കിടയിൽ ഐക്യസംഘം എന്ന പേരിൽ, ഐക്യത്തിൽ പോന്നിരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഐക്യസംഘം എന്ന പേരിൽ ഒരു കള്ളപ്പേരിൽ ഒരു വ്യാജന്മാർ ഈ സമുദായത്തെ ഒറ്റുകൊടുക്കാൻ വേണ്ടിയിട്ട്, നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ വന്നൊരു പ്രസ്ഥാനമാണ് ഈ ഐക്യസംഘം. ഈ ഐക്യസംഘത്തിൻ്റെ പിൻഗാമികൾ, അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ മുജാഹിദുകളും സലഫികളും വഹാബികളൊക്കെ. അവരുടെ ലക്ഷ്യം മുസ്ലിം ഉമ്മത്തിനെ തകർക്കുക, ഇല്ലായ്മ ചെയ്യുക, അവരുടെ വിശ്വാസങ്ങളിൽ വെള്ളം ചേർക്കുക, വിശ്വാസങ്ങളെ ഛിന്നഭിന്നമാക്കുക എന്ന് ചിന്തിച്ചുകൊണ്ടാണ് അവർ പ്രവർത്തിച്ചത്. അത് മറ്റൊരു ചർച്ചയാണെങ്കിൽ ഞാനിപ്പോൾ പറയുന്നത്, തൽക്കാലം ഞാൻ ഇത് സൂചന മാത്രം പറഞ്ഞിട്ട് ഈ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് സമസ്ത നേതാക്കന്മാർ അന്ന് സമസ്തയെ കെട്ടിപ്പടുത്തി ഈ വഹാബിസത്തെ എതിർത്തുണ്ടാക്കിയത്. നിങ്ങൾക്കറിയാം, ഇന്നലെ തിരൂരിൽ നടന്ന സ്വീകരണ ഗ്രൗണ്ടിൻ്റെ കവാടത്തിൽ ഒരു മാതൃക ഉണ്ടായിരുന്നു. അത് പൊന്നാനി വലിയ പള്ളിയുടെ മാതൃകയായിരുന്നു. ഈ പൊന്നാനി വലിയ പള്ളിക്ക് ചരിത്രങ്ങൾ അറിയുന്നവർക്കറിയാം. വിളക്കത്തിരുന്ന് ഇൽമ പഠിച്ച സ്ഥലമാണ് പൊന്നാനി. ആ പൊന്നാനി മഹദൂം തങ്ങൾ പാപ്പാടെ ആ കുടുംബത്തിൽ നിന്ന് ദീന് പഠിച്ച് മനസ്സിലാക്കിയ പണ്ഡിതന്മാരാണ് നമ്മുടെ മുൻഗാമികളായിട്ട് കഴിഞ്ഞു പോയിട്ടുള്ളത്. വെളിയങ്കോട് ഉമർക്കാലി, മമ്പുറം തങ്ങൾ പാപ്പ, ഇവരൊക്കെ ആരായിരുന്നു? ഇവരിൽ നിന്നൊക്കെ അറിവും ഇൽമും പഠിച്ച് വളർന്ന നമ്മുടെ ഈ തലമുറയെ, അതല്ലെങ്കിൽ അന്നത്തെ പണ്ഡിതന്മാരെ, മഹാന്മാരെ പഠിച്ചതൊന്നും ശരിയല്ല, അവർ പറയുന്നതൊന്നും ശരിയല്ല, ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഐക്യസംഘം കൊണ്ടുവന്ന് മുസ്ലിങ്ങൾക്കിടയിൽ വിശ്വാസത്തിലും ആദർശത്തിലും ഭിന്നിപ്പുണ്ടാക്കിയിട്ട് വിത്തന പരത്തിയിട്ട് ഇവരാണ് മനുഷ്യന്മാർ. ഇവർ ഏത് നിലക്ക് മനുഷ്യന്മാരെ കൂട്ടാൻ പറ്റും? അത്തരക്കാർക്ക് നിലപാടില്ല. അതുകൊണ്ട് സമസ്ത
സമസ്തയുടെ നിലപാട്, സമസ്തക്ക് നിലപാടും ആദർശവും നിലപാടൊക്കെ ഉണ്ട്. ആ നിലപാടിനനുസരിച്ച് മുന്നോട്ട് പോകും. മനുഷ്യന്മാരായി കാണുന്നവർ മനുഷ്യന്മാരെ പരിഗണിക്കും. അല്ല ഞങ്ങൾ മനുഷ്യന്മാരാണ്, ഞങ്ങളെന്താ കുറ്റപ്പെടുത്തി, ഞങ്ങളെന്താ മാറ്റി നിർത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു പിടിച്ച് വരേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു സുഹരി, മജീദ് സുഹരി, എൻ്റെ നാട്ടുകാരൻ തന്നെയാണ്, എൻ്റെ അയൽവാസിയാണ്, എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടുന്ന് കൊണ്ട് വന്നതാണ്. എവിടുന്ന് കൊണ്ട് വന്നത്? ഇബിലീസ് എവിടുന്നാണ് വന്നത്? ഇബിലീസ് എവിടെ ആയിരുന്നു? പക്ഷെ അള്ള എന്താ പറയുക, എനിക്ക് നിലപാടില്ല, മാറി നിൽക്കുന്ന പറഞ്ഞു. മനുഷ്യന്മാർക്കിടയിൽ നിനക്ക് എന്ത് നിലപാടാന്ന് വെച്ചാൽ എന്നതുപോലെ തന്നെ വഹാബികളോട് പറയുന്നത്, മനുഷ്യന്മാരുടെ ഇടയിൽ നിങ്ങൾക്ക് എന്ത് നിലപാടുള്ളത്? ഇവിടെ നമ്മുടെ നാട്ടിൽ മിക്ക സ്ഥലങ്ങളിലും 10, 20, 10,000 കുടുംബങ്ങൾ താമസിക്കുന്നതിനിടയിൽ 10, 20 മഹലുകൾക്കിടയിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് അത് ഫാമിലി പിന്നെ ഹൗസ് പോലെ ഉണ്ടാക്കിയിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും വന്ന് ബാത്റൂമിൽ പോക്കും എല്ലാം കഴിഞ്ഞ് ഒരു നിസ്കാരം എന്ന് പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നത് നിങ്ങളാണോ? ഇവിടെ ഈ സമൂഹത്തെ നയിക്കേണ്ടത് നിങ്ങളാണ്. എത്ര വലിയ ആളുകൾ നിങ്ങൾക്ക് വളരാൻ കഴിഞ്ഞോ? 100 വർഷത്തോളമായിട്ട് നിങ്ങൾ ഈ സമൂഹത്തിനിടയിൽ നിങ്ങൾക്ക് എത്ര കണ്ട് വളരാൻ കഴിഞ്ഞിട്ടുണ്ട്? കഴിയില്ല. നിങ്ങൾ ചിന്ന ഭിന്നമായി പോകുകയുള്ളൂ. നിങ്ങൾക്ക് നിലപാടില്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് സമസ്തയെ പഠിപ്പിക്കാനും ചൊറിയാനും വരല്ലേ മക്കളെ. മജീദ് സൂരിയോടും അനിൽ മുഹമ്മദിനോടൊക്കെ പറയാനുള്ളതാണ്, നിങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പണ്ഡിതന്മാർക്കറിയാം ആരെ കൂടെ കൂട്ടണം, ആരൊക്കെ കൊണ്ട് നടക്കണം എന്നുള്ളത്. നേരും നേറിയ നിലപാടുള്ള ആളുകൾ ഈ വിഷയമായി മുന്നോട്ട് പോകുന്നുണ്ട്. മനുഷ്യർക്കൊപ്പം വന്ന വിഷയം സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സമൂഹത്തിനിടയിൽ എത്തരം കാര്യങ്ങൾ അത് ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യന്മാർക്കിടയിൽ മാനസികമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾക്ക് ഇത്തരം ചർച്ചകളും ഇത്തരം യാത്രകളും ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുറേ പൈസ ഇറക്കിയിട്ട് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതല്ല, കുറേ മറ്റുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ല. മനുഷ്യൻ്റെ മാനുഷിക പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു പരിഹാരമാണ്. ആ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ചില സന്ദേശങ്ങൾ, ചില ചർച്ചകൾ, ചില പ്രഭാഷണങ്ങൾ, ചില യാത്രകൾ ഉപകരിക്കുമെങ്കിൽ അത് മനുഷ്യന് ഏറ്റവും വലുതായി കിട്ടുന്നൊരു ഉപകാരമാണ്. അതാണ് ഇതിൽ നിന്ന് പാഠം ഉൾക്കേണ്ടത്. ഇപ്പോൾ മജീദ് സൂരി പറഞ്ഞിട്ട് തെക്കോട്ടുന്നൊരു യാത്ര അങ്ങോട്ട് പോയപ്പോൾ വടക്കോട്ടുന്നൊരു യാത്ര ഇങ്ങോട്ട് വരികയാണ്. ഒരു പരിഹാസം. എന്താണ് യാത്രകൾക്ക് കുഴപ്പം? മനുഷ്യർ ഇത്തരം വിഷയങ്ങളിൽ കേൾക്കട്ടെ, ചർച്ചയാവട്ടെ, പഠിക്കട്ടെ. അതൊരു ക്യാമ്പയിൻ പോലെ നടക്കുമ്പോൾ അതിൽ എല്ലാവരും ഉൾക്കൊള്ളും, കാര്യങ്ങൾ മനസ്സിലാക്കും. കഴിഞ്ഞ ഒരു യാത്ര മാനവീയതയെ ഉണർത്തുന്നു എന്നുള്ള ഒരു ചർച്ചയായിരുന്നു. അത് വളരെ ഗംഭീരമായിട്ട് വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് മനസ്സുകളെ കോർത്തിണക്കണം എന്നായിരുന്നു. ഇപ്പോഴത്തെ മനുഷ്യർക്കൊപ്പം എന്നായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ചർച്ചകളുമായി സമൂഹത്തിനിടയിൽ അത് ഓരോ കാലഘട്ടത്തിലും പണ്ഡിതന്മാർ വരും എന്നതിൽ യാതൊരു സംശയമില്ല. അത് പടച്ചവൻ അങ്ങനെ കൊണ്ടുവരും. അതിനിടയിൽ കുരുപൊട്ടി ഒലിക്കുന്ന ഈ ഒരു സലഫി കൗമുണ്ടല്ലോ, അവർക്ക് ഇതിനിടയിൽ കിടന്നിട്ട് ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനേ കഴിയുള്ളൂ. കാരണം നിങ്ങൾക്കൊന്നും സമൂഹത്തിനിടയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പഠിക്കുക. ഈ സമസ്തയെ ചൊറിയാതെ സമസ്ത എന്താണെന്നും സമസ്തയിൽ നിന്ന് എന്താണ് കിട്ടുന്നത് പഠിച്ച് മനസ്സിലാക്കി ദീന് പ്രവർത്തിക്കാൻ നോക്കുക, ദീന് പറയാൻ നോക്കുക. അല്ലാതെ കുത്തിത്തിരിപ്പിന് നിൽക്കരുത്. പിന്നെ സുഹരിയുടെ ആ വീഡിയോ കേട്ടപ്പോൾ ഫുള്ള് കള്ളത്തരം പറയുന്നത്, ഫുള്ള് കള്ളത്തരം. അദ്ദേഹം പറയാണ്, ഞാൻ പറഞ്ഞല്ലോ, ഒരു യാത്ര അങ്ങോട്ട് പോയപ്പോൾ ഒരു യാത്ര അതിൻ്റെ പിന്നാലെ ഞങ്ങളാണ് വലുതെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള യാത്രകളാണെന്നുള്ളത്. ഒരു കാര്യം പറഞ്ഞോട്ടെ, കാന്തപുരം ഉസ്താദ് നയിക്കുന്ന കേരള യാത്രയുടെ പ്രഖ്യാപനം അത് സത്യം പറയാൻ പഠിക്കണം. സുഹരി സത്യം പറയാൻ പഠിക്കണം ആദ്യം, എന്നിട്ട് ദീന് പറയും. നിങ്ങൾ ദീന് പറയുന്നത് സത്യം പറയാൻ പഠിക്കുക ആദ്യം. കാന്തപുരത്തിൻ്റെ കേരള യാത്ര കഴിഞ്ഞ 2024 ഡിസംബറിൽ തൃശ്ശൂരിൽ നടന്ന പ്രോഗ്രാമിൽ അന്ന് സുലൈമാൻ സഖാഫി മാളിയാക്കൽ ഉസ്താദ് പ്രഖ്യാപിച്ചതാണ് എന്തെന്ന്? സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം വരാനിരിക്കുന്നു, കൂടെ കേരള യാത്രയും വരാനിരിക്കുന്നു എന്നുള്ളത് ഒരു വർഷം മുമ്പ് പ്രഖ്യാപിച്ച പരിപാടിയാണ്. ഇന്നൊന്നേരം പെട്ടെന്ന് പൊട്ടിമുളച്ച് ആരും പിന്നാലെ കൂടിയതല്ല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് സംസാരിക്കണം. ഇത് നിങ്ങളെ കേൾക്കുന്ന കുറച്ച് കുഞ്ഞാടുകളുണ്ടാവും, ഓൽക്ക് ഇതൊക്കെ ശരിയായിക്കാറും. പക്ഷെ സത്യം മനസ്സിലാക്കുന്ന ലോകത്തെ മനസ്സിലാക്കിയ ആളുകൾ കുറേ ഉണ്ട്. അവർക്ക് ഇതൊന്നും നിങ്ങൾ ഈ കള്ളത്തിലൊക്കെ തിരിച്ചറിയാൻ കഴിയും. ഒരു വർഷം മുമ്പ് പ്രഖ്യാപിച്ച പരിപാടിയാണ് ഈ കേരള യാത്ര. അത് ഇന്നിതാ അതിമനോഹരമായി, അതിഗംഭീരമായി അനവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്ന് പാലക്കാട് ഒറ്റപ്പാലത്ത് നല്ല സ്വീകരണം കിട്ടിയിട്ടുള്ളത്. നാളെ ചാവക്കാടാണ്. മലപ്പുറം ജില്ലയിൽ എല്ലാവരും, അവിടെ രാഷ്ട്രീയക്കാരൊന്നുമില്ല, സാംസ്കാരിക നേതാക്കന്മാരിൽ ആളൊന്നുമില്ല, മനുഷ്യന്മാരെ സ്നേഹിക്കുന്ന നിലപാടുള്ള എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. ഈ നിലപാടില്ലാത്ത ആദർശത്തിന് വ്യതിയാനം ഫിത്തന വരുത്തുന്ന വഹാബികളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അത് മാറ്റി നിർത്തിയത് തന്നെ. അതുകൊണ്ട് കുരുപൊട്ടി വലിക്കണ്ട, മിണ്ടാതിരിക്കുന്നതാവും നിങ്ങൾക്കൊക്കെ നല്ലത്. നിങ്ങൾ ഈ സമുദായത്തിൽ കയറി കളിക്കാൻ നിൽക്കേണ്ട. അനിലായാലും മുഹമ്മദായാലും സുഹരിയായാലും മജീദായാലും എല്ലാവരോടും പറയാനുള്ളത് സത്യം പറയാൻ പഠിക്കുക ആദ്യം, എന്നിട്ട് പണ്ഡിതന്മാരെ ബഹുമാനിക്കാൻ ആദരിക്കുക. അതല്ലാതെ പേരോട് പറയുന്നത് വേറെയാണ്, മറ്റാൾ പറയുന്നത് വേറെയാണ്. ഏതായാലും അൽഹംദുലില്ലാ മാഷാഅല്ലാഹ് പേരോട് ഉസ്താദിൻ്റെ ആ ഒരു പ്രഭാഷണം കേട്ടിട്ടുള്ളത് മനസ്സിലായി. പേരോട് ഉസ്താദ് ഇന്നും അന്നും എന്നും വഹാബികൾക്ക് പേടി സ്വപ്നമാണ്. അദ്ദേഹം ആദർശ നിലപാട് ഉറക്കെ പറയുന്ന വ്യക്തിയാണ്. സമസ്തയുടെ നിലപാട് തന്നെ ഈ വഹാബികളോട് എതിരിടാനുള്ള ആദർശം തന്നെയാണ്. ആ ആദർശം തുറന്നു പറഞ്ഞ് തന്നെ ഈ 100ാം വാർഷികം ഞങ്ങൾ ആഘോഷിക്കും. അതിന് ഈ വഹാബികൾ ഇനി പേരോടും പഠിപ്പിക്കാൻ വരേണ്ട ആവശ്യമില്ല, മറ്റുള്ളവർക്കും പഠിപ്പിക്കാൻ വരേണ്ട ആവശ്യമില്ല. ഏതായാലും പേരോട് ഇതുവരെ മുജാഹിദായി എന്നൊക്കെ പറഞ്ഞ് നടന്ന ആൾക്കാർ ഇപ്പോൾ പറയുന്നത് പേരോട് വീണ്ടും സുന്നി അയക്കണം എന്നുള്ളത്. പേരോട് ഉസ്താദ് സുന്നി അയക്കണം എന്നപ്പോൾ പറയണത്. അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ആദർശം പറയും, നിലപാട് പറയും. അത് അന്തസ്സും നിലപാടും സ്ഥിരതയുള്ള നിലപാടാണ്. അല്ലാതെ വഹാബികളെ പോലെ മറിഞ്ഞ് പല ഗ്രൂപ്പാകുന്ന നിലപാടുകളല്ല. അതുകൊണ്ട് സമസ്തയെ ചൊറിയാൻ നിൽക്കണ്ട, കേരള യാത്രയെ ചൊറിയാൻ നിൽക്കണ്ട.
അത് മജീദിനോടും സുഹൈറിനോടും അനിലും മുഹമ്മദിനോടൊക്കെ പറയാനുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോവുക. മനുഷ്യന്മാരെ വഴിക്ക് യാത്ര ചെയ്യട്ടെ. അവർക്ക് നേരും നിലപാടും എല്ലാം ഉണ്ട്. അതനുസരിച്ച് അവർ പ്രവർത്തിക്കും. സമൂഹം അവരെ ഏറ്റെടുക്കും. സമൂഹത്തിൽ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഈ കലുഷ്യമായിട്ടുള്ള സമയങ്ങളിൽ ഇത്തരം യാത്രകൾ വളരെ ഉപകാരപ്രദമാവും എന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോവുക. അതിനപ്പുറത്തേക്ക് പഠിപ്പിക്കാൻ വരേണ്ട ആവശ്യമില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മനുഷ്യർക്കൊപ്പം എന്ന കേരളയാത്ര അതിഗംഭീരമാകും. അത് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ മഹാചരിത്രമാകും എന്നതിൽ യാതൊരു സംശയമില്ല. ഇൻഷാ അല്ലാഹ്. അതിനുശേഷം അല്ലെങ്കിൽ അതിനിടയ്ക്ക് ഇനി കൂരി പൊട്ടി വരുന്നതിൻ്റെ ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് അപ്പോൾ കാണാം. പിന്നെ മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഏതായാലും അത് ഇതിൻ്റെ കൂടെ ചേർക്കണം, പറയേണ്ട കാര്യം തന്നെയാണ്. നബിദിനം നടത്തുമ്പോൾ അതേപോലെ തന്നെ ഇത്തരം പരിപാടികൾ നടത്തുമ്പോൾ റോഡ് ബ്ലോക്ക് ആവുന്നു എന്നുള്ള ഭയങ്കരമായ പരാതികളാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇവരെ പരിപാടികൾ നടത്തുമ്പോൾ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. നമ്മളാരും പരാതിയിട്ട് പോകാറില്ല. കാരണം നമ്മുടെ നാട്ടിലെ വാഹനപ്പെരുപ്പവും റോഡിൻ്റെ സൗകര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. 10 ആൾ കൂടുമ്പോഴത്തിന് ഈ പരിപാടികളൊക്കെ നടക്കുമ്പോൾ റോഡ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും വേണമെന്നൊന്നും ആരും പറയുന്നൊന്നുമില്ല. എങ്കിലും സുന്നത്തിയമാത്തിൻ്റെ പരിപാടി നമ്മുടെ പരിപാടിയൊക്കെ നടത്തുമ്പോൾ പരമാവധി നമ്മൾ അത്യാവശ്യം റോഡ് ഒരു സൈഡെങ്കിലും ഒഴിവാക്കി കൊടുത്ത് പരമാവധി യാത്ര സുഖകരമാക്കി കൊടുക്കാറുണ്ട്. ഏതെങ്കിലും ചെറിയ നിമിഷങ്ങളിൽ വാഹനങ്ങൾ കയറി വരുമ്പോൾ കുറച്ച് നേരം വെയിറ്റിങ്ങിലൂടെ ആ ഒരു യാത്ര അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയമില്ല. കാരണം വന്ന വാഹനങ്ങൾ തിരിച്ചു പോകേണ്ട സാഹചര്യമൊന്നും സുന്നി സമ്മേളനം നടക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവാറില്ല. ഏതായാലും അതൊക്കെ പരസ്പരം അങ്ങോട്ടും നമ്മൾ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ പലർക്കും പല സംഘടനകളുണ്ട്, പല പരിപാടികളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം പുതിയങ്ങാടി നേർച്ചൻ്റെ പരിപാടി. എത്രമാത്രം ജനങ്ങൾ ട്രാഫിക്കിൽ കുടുങ്ങിയിട്ടുണ്ട്. 2-3 ദിവസം വളരെ പ്രയാസം തന്നെ ആയിരിക്കും. നമ്മൾ അതിനൊന്നും അനുകൂലിക്കാനോ അതല്ലെങ്കിൽ വേറെ വെളുപ്പിക്കാനോ ഒന്നുമല്ല, എങ്കിലും കാര്യങ്ങൾ പറയണം. അപ്പോൾ ഇതൊക്കെ വലിയ സംഭവമാക്കിയിട്ട് ഈ വഹാബികൾ കൊണ്ട് നടക്കൽ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ വെറും പൊട്ടത്തരാണ്. ഞാനിപ്പോൾ ഇവരുടെ ഒരു പരിപാടി ഏതാ ഗ്രൂപ്പ് എന്നറിയില്ല, പെരിന്തൽമണ്ണ ഒരു പ്രോഗ്രാം എന്നാൽ സമയം തെറ്റിയിട്ട് പോലീസുകാരൻ വന്ന് മൈക്ക് ഓഫ് ആക്കണം എന്ന് പറഞ്ഞൊരു വിഷയം ഉണ്ടായിട്ടുള്ള വിവാദമായിട്ടുള്ള പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമിൻ്റെ സ്ഥലത്ത് വന്നിട്ട് ഞാൻ 1 മണിക്കൂറോളം ബസ്സിൽ കുടുങ്ങിയ മനുഷ്യനാണ്. മനസ്സിലായ? അതൊരു വഹാബികളും മുജാഹിദ് പരിപാടിയാണ്. ഉള്ള ആണുങ്ങളും പെണ്ണുങ്ങളും മൊത്തം റോട്ടിൽ ഇറങ്ങിയിട്ട് ആ ചെറിയൊരു സ്ഥലത്ത് പരിപാടി നടത്തിയിട്ട് 1 മണിക്കൂറോളം ഞാനൊരു കല്യാണം കഴിഞ്ഞ് വരുന്ന പരിപാടിക്ക് അവിടെ കുടുങ്ങിയ മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെ ഇതിൽ പറഞ്ഞതാണ്. ഇതിപ്പോൾ ആരും ചെയ്യുന്നത് ശരിയാണെന്ന് പറയാനോ അല്ലെങ്കിൽ ഒരു കുറ്റക്കാരാക്കാനൊന്നുമല്ല. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ 10 ആൾ കൂടുമ്പോൾ റോഡ് ബ്ലോക്കാവും സ്വാഭാവികമാണ്. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് ഒരു കൂട്ടരങ്ങനെ വിലയിരുത്താനും പണ്ഡിതന്മാരെ തേജോവധം ചെയ്യാൻ നടക്കുന്നവരോട് ഇതൊക്കെ തന്നെ പറയാനുള്ളത്. ഇതൊക്കെ എല്ലാവർക്കും പറ്റാറുണ്ട്. കൂരിയാട് പണ്ട് മുജാഹിദ് സമ്മേളനം നടന്നപ്പോഴും ഇതുപോലെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക. അല്ലാതെ സമൂഹത്തിനിടയിലേക്ക് വെറുതെ ചിത്രയും ഭിന്നിപ്പും പ്രസാദും പരത്തുന്ന രീതിയിലുള്ള ചർച്ചകൾ കൊണ്ടുവന്ന് ഈ ഒരു പദവിയെ അല്ലെങ്കിൽ സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന വഹാബികളെ നിങ്ങൾക്ക് മാപ്പില്ല. നിങ്ങൾക്ക് നിലപാടില്ലാത്ത മനുഷ്യന്മാരാണ്. നിങ്ങളെ മനുഷ്യരായി പരിഗണിക്കാനും സമയമെടുക്കുന്നുള്ളത് പ്രത്യേകം അറിയിക്കണം.